വെൽക്കം ടു നിത്യാസ് വേൾഡ്. ഹായ് ഫ്രണ്ട്സ്, കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്, കുറേ ദിവസമല്ല കുറച്ച് നാളുകളായി കണ്ടിട്ട്. നമ്മൾ ഇന്നെന്തായാലും നമുക്കൊരു സാമ്പാർ പൊടിയിൽ തുടക്കണമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്നൊരു സാമ്പാർ പൊടിയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ നാളികേരം ചേർക്കുന്നില്ല. ചില ആളുകൾ നാളികേരമൊക്കെ ചേർക്കും. നമ്മൾ കേരള സ്റ്റൈൽ അല്ലെങ്കിൽ തൃശ്ശൂർ സ്റ്റൈൽ സാമ്പാർ പൊടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് എന്താണ്, ഇതിൽ ഈ പൊടിയുടെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് നാളികേരം കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന സമയത്ത് നാളികേരം കൂടെ ചേർത്ത് നാളികേരും അതിൻ്റെ ഒപ്പം ഈ പൊടിയും കൂടി ഇട്ട് അരച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നാളികേരം അരച്ചിട്ടുള്ള സാമ്പാർ വറുത്തരച്ച സാമ്പാർ എന്നൊക്കെ പറയില്ലേ, അതാവും. അതല്ലെങ്കിൽ ഇത് നോർമലായിട്ട് രാവിലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് അതിന് ശേഷം വെന്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പം മഞ്ഞൾപ്പൊടി കഷ്ണവും കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് നമുക്ക് കഷ്ണം വേവിക്കാം. ആ വേവിച്ചതിന് ശേഷം ഈ പൊടിയും അതിൻ്റെ ഒപ്പം ഇട്ടാൽ മതി. വെന്ത് കഴിഞ്ഞിട്ട് കേട്ടോ, വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിക്കില്ലേ, അന്നേരം നമ്മൾ ഈ പൊടിയും കൂടെ കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കി അതിലോട്ട് ഒഴിച്ചാൽ മതി. സൂപ്പറാണ്. നമ്മളപ്പോൾ ആ സാമ്പാർ പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മെഷർമെൻറ്റ് കപ്പായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സാണ്. അതിലൊരു ഗ്ലാസ് ഉഴുന്നും പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ സെയിം അളവ് തന്നെയാണ് നമ്മൾ കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് കടലപ്പരിപ്പ്. ദെൻ ഒരു ഗ്ലാസ് മുളക്, എരിവുള്ള മുളകാണ് കേട്ടോ. എരിവ് നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതും സെയിം അളവ് തന്നെയാണ് കേട്ടോ. ഇനി മല്ലി എടുക്കുന്നുണ്ടെങ്കിൽ മല്ലി പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് മല്ലിപ്പൊടി. ഇവിടെ 1.5 ഇഞ്ച് കായത്തിന്റെ കഷ്ണം എടുക്കുന്നുണ്ട്. അതുപോലെ ഉലുവ 3/4 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ പച്ചമല്ലി അല്ല ചേർക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ പറയാനുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ധാരാളം കറിവേപ്പില വേണം. പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം. നല്ല ചൂടുകട്ടിയുള്ള പാത്രം വെച്ചു അതിലേക്ക് നമ്മൾ കായത്തിന്റെ കഷ്ണം ഇട്ടിട്ടുണ്ട്. അത് നിറം മാറുന്നത് വരെ അതൊരു അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ മാറാൻ തുടങ്ങും. അതാണ് അത് ചൂടായുള്ള പാകം. അങ്ങനെ ചൂടായി വരുന്ന ഇതിലോട്ട് നമ്മളിനി ഉലുവയായിരിക്കും ചേർക്കുക. ഇപ്പോൾ ഉലുവ ചേർക്കാനുള്ള സമയമായി. ഉലുവ നമ്മൾ എടുത്തിരിക്കുന്ന 3/4 ടേബിൾ സ്പൂണാണ്. അത് ഈ കായത്തിൻ്റെ കൂട്ടത്തിൽ അതും കൂടി ഇട്ട് അത് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിനൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇടാം. ഉലുവ കുറച്ച് ചേർക്കണമെങ്കിൽ സംശയം തോന്നാം. ഉലുവ നമ്മൾ കൂടുതൽ ചേർത്ത് സാമ്പാർ കച്ചു പോകും. അങ്ങനെ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചേർക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ 250 ഗ്രാമോളം വരുന്ന സാമ്പാർ പൊടിയാണ്. അതിലേക്ക് ഇത് ധാരാളമാണ്. ഈ ഉലുവയുടെ അളവും കായത്തിൻ്റെ അളവും കറക്റ്റാണ്. ഈ അളവിൽ ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ചല്ല നമ്മൾ എടുത്ത് വെച്ച അത്രയും കറിവേപ്പില ഇതിലോട്ട് ചേർക്കാം. കറിവേപ്പിലയും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അതുവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഉഴുന്നും പരിപ്പ് ചേർക്കണം. ഇതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് ചൂടാവുന്നത് വരെ. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു 250 ഗ്രാം സാമ്പാർ പൊടിയാണ്. അപ്പോൾ അതിലേക്ക് ഈ അളവ് കറക്റ്റാണ്. ഈ ഉലുവയുടെ അളവ് കറക്റ്റാണ്. കൂടുതൽ ഉലുവ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉലുവയുടെയും കായത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അത് കറക്റ്റ് അളവ് തന്നെ പറഞ്ഞത്. അല്ലെങ്കിൽ ഉലുവയും കായൊക്കെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ ടേസ്റ്റൊക്കെ ഒരു പൊട്ട ടേസ്റ്റായി മാറും. അപ്പോൾ ഉഴുന്നും പരിപ്പും
പരിപ്പും കടലപ്പരിപ്പും കറിയുടെ കൊഴുപ്പ് കൂട്ടുകയാണ് ചെയ്യുക. അത് കാരണം കൊണ്ടാണ് അത് കറക്റ്റ് ഓരോരോ ഗ്ലാസ് വെച്ച് എടുക്കുന്നത്. മല്ലിയും അതുപോലെ തന്നെ എടുക്കണം. ഈ ഇടുന്ന സമയത്ത് മല്ലിയും കൂടെ ഇടണം ശരിക്കും. ഞാൻ മല്ലിപ്പൊടി എടുത്തിരിക്കുന്ന കാരണം കൊണ്ടാണ് മല്ലി ഇടാത്തത്. മുളക് ഇടുന്ന സമയത്ത് മല്ലിയും കൂടെ ഇട്ടിട്ട് വേണം നമ്മളത് മൂപ്പിക്കാൻ വേണ്ടിയിട്ട്. സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് മുളക് എടുത്തിരിക്കണേ. അത്രേ ഉള്ളൂ. ഇത് നന്നായി ചൂടാവാനുള്ള സമയം അത്രേ ഉള്ളൂ. നന്നായി ചൂടാവുന്ന മൂക്കെടുക്കുന്ന സമയം എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പല ഭാഗത്തും പല മൂപ്പായിരിക്കും. അപ്പോൾ സാമ്പാർ പൊടിയുടെ കളർ എല്ലായിടത്തും ഒരുപോലെ കയ്യെത്തിയില്ലെങ്കിൽ പല ഭാഗത്തും പല കളറായിട്ട് ഇരിക്കും. അങ്ങനെ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന വിധം പറഞ്ഞുതരാം. ഈ പൊടി എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. നമ്മൾ പരിപ്പും കഷ്ണങ്ങളും ഇട്ട് വേവിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഈ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നമ്മൾ കഷ്ണം വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ കഷ്ണം വേവിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് പുളിവെള്ളമൊക്കെ ഒഴിക്കും. ആ സമയത്ത് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ നമ്മൾ ഉണ്ടാക്കി വെച്ച സാമ്പാർ പൊടി എടുക്കുക. അത് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി നമ്മൾ കഷ്ണമൊക്കെ വേവിച്ച് വെച്ചതിലോട്ട് ഇടേണ്ടത്. അതിനുശേഷം നമ്മൾ സാമ്പാർ പൊടിയും സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ കൂടി ഒന്ന് തിളയ്ക്കുന്നത് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കടുക് താളിച്ച് ഒഴിക്കാം. അത്രേ ഉള്ളൂ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമ്മളുടെ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും മുളകും എല്ലാം കൂടിയിട്ടുള്ളത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ആ കളർ മാറുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്റ്റേജ് എത്തുന്നേ ഉള്ളൂ. ഇതിപ്പോ കറക്റ്റ് പാകമായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, അത് അതിന്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് സെയിം ആ നേരത്തെ അളന്നെടുത്ത അതേ ഗ്ലാസ് തന്നെ ഉപയോഗിച്ച് 1 ഗ്ലാസ് മല്ലിപ്പൊടി ചേർത്തു. ഇത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചേർക്കണേ. ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതും ആ ചൂടത്ത് കിടന്നൊന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. ഇത് മിക്സിയിൽ ഉണങ്ങിയ ജാറെടുക്കണം കേട്ടോ. നല്ല ഉണങ്ങിയിട്ടുള്ള ജാറെടുക്കാം. അതിൽ നമ്മൾ മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ല ഉണങ്ങിയ ജാറാണ്. നമ്മൾ അതിലോട്ട് ഈ മിശ്രിതം ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ചാക്കണം കേട്ടോ. അല്ലെങ്കിൽ മുളക് പൊടി വേറെ മല്ലിപ്പൊടി വേറെ അങ്ങനെയായിട്ട് എടുക്കാൻ പാടില്ല. എല്ലാം കൂടി ഒരുമിച്ചാക്കി നമ്മൾ ഇളക്കിയെടുക്കണം. ഇതാണിപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത മിശ്രിതമാണ് ഇത്. ഇപ്പോൾ കണ്ടു അതിൻ്റെ കളർ തന്നെയാണ് നമ്മൾ മേടിക്കുന്ന സാമ്പാർ പൊടിയുടെ കളറും. ഇത്രയും കൂടെ ഒരു കളർ ഉണ്ടാവും. കാരണം അതെന്താ വെച്ചാൽ നല്ല കളറുള്ള മുളക് എടുത്താൽ മതി. മുളകിൻ്റെ കളറിനനുസരിച്ചിട്ട് സാമ്പാർ പൊടിയുടെ കളറും മാറും കേട്ടോ. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ ഇടും കേട്ടോ. ബൈ.